ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വിക്ടറി ഇൻ്റർനാഷണൽ ഏജ് വർഷിപ്പ് സെൻറ്ററിലേക്ക് സ്വാഗതം. കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഒരാഴ്ച മുഴുവനും ദൈവം നമ്മളെ കരുണയോടെ ദൈവം സൂക്ഷിച്ചു. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽ ഒരു വചനഭാഗം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 46-ാമത് വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്നു മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്തൻ കവർന്നഹൂമിൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും, ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് സുപരിചിതമായ ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. ആ വാക്യത്തിലേക്ക് കടന്നു വരുന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 46 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത്. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. യേശു കർത്താവ് കാനാവിൽ സ്തോത്രം രണ്ടാമതും അവൻ കടന്നു വന്നു. ഒരു പ്രാവശ്യം അവൻ കടന്നു വന്നു. വന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് പകൽ യേശു എവിടെ കടന്നു വരുന്നു അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. വചനം പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്ന് അവർ എന്നെ സ്തുതിച്ചാലും അവരുടെ മധ്യ ഉണ്ട്. ഹല്ലേലൂയ. കാനാവിൽ ഒരു പ്രാവശ്യം വന്നു. ഇപ്പോൾ രണ്ടാമതും കാനാവിൽ വന്നിരിക്കുക. രണ്ടാമത്തെ പ്രാവശ്യം കാനാവിൽ വന്നപ്പോൾ ദേശം ഇളകാൻ തുടങ്ങി. കാരണം അവർക്കറിയാം യേശു വന്നാൽ ഒരു ദൈവമഹത്വം വെളിപ്പെടും. യേശു വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. കാരണം ഇന്നു വരെ അവർ കണ്ടിട്ടില്ല. സ്തോത്രം ഹല്ലേലൂയ. പച്ചവെള്ളം വീഞ്ഞാകുന്നത് ഇന്നു വരെ അവർ കണ്ടിട്ടില്ല, ഇതുവരെ അവർ കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ കാണാത്ത അത്ഭുത പ്രവർത്തികൾ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവർത്തി ഇന്ന് പകൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. കനാവിൽ കർത്താവ് വന്നപ്പോൾ ചോദിച്ചു, നമുക്ക് ആ സന്ദർഭങ്ങളൊക്കെ അറിയാം. ഹല്ലേലൂയ. വീഞ്ഞ് തീരാറായി. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഹല്ലേലൂയ. എലീശ പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഹല്ലേലൂയ. അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിനകത്ത് അല്പ എണ്ണയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം പറയുക, നിന്റെ കയ്യിലുള്ളതിനെ വർദ്ധിപ്പിച്ചു തരും. സ്തോത്രം. നിന്റെ കരത്തിലുള്ളതിനെ വർദ്ധിപ്പിക്കും. നിന്റെ കരത്തിലെ നന്മകളെ ദൈവം വർദ്ധിപ്പിക്കും. നിന്റെ ആദരത്തിലുള്ള നന്മകളെ ദൈവം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ അന്യഭാഷയെ ദൈവം വർദ്ധിപ്പിക്കും. നിന്റെ പ്രവചന ശബ്ദത്തെ ദൈവം വർദ്ധിപ്പിക്കും. സ്തോത്രം. നിന്റെ സ്തോത്രത്തെ, ആരാധന ദൈവം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. സകല നന്മകളാലും നിന്നെ വർദ്ധിപ്പിക്കും. ഇന്ന് പകലിൽ വർധനവ് നൽകുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കനാവിൽ വന്ന് ചോദിച്ചു, സ്തോത്രം ഹല്ലേലൂയ, ഇവിടെ എന്താ ഉള്ളത്? അകത്തുള്ളതെല്ലാം തീർന്നുകൊണ്ടിരിക്കുക. അവർ പറഞ്ഞു, പുറത്ത് കുറച്ച് വെള്ളമുണ്ട്. ഹല്ലേലൂയ. അകത്തില്ലെങ്കിൽ പുറത്തുള്ളതായാലും ദൈവത്തിന് മതി. അതിനെ ദൈവം സ്തോത്രം ഹല്ലേലൂയ വർദ്ധിപ്പിക്കും. അതിനെ മാറ്റിമറിക്കും. ഇന്ന് പകൽ ഒരു വലിയ ദൈവപ്രവൃത്തി കാനാവിൽ സംഭവിച്ചു. ഈ കാനാവിൽ സംഭവിച്ചപ്പോൾ ഹല്ലേലൂയ എന്താ സംഭവിച്ചെന്നറിയോ? അപ്പോൾ ഇപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം എന്തായാലും വെളിപ്പെടും. കാനാവിൽ യേശു വന്നു എന്ന് ഒരു വാർത്ത ആര് കേട്ടു? അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കവർന്നഹൂമിൽ ഉണ്ടായിരുന്നു. അവൻ കേട്ടു, യേശു ഗലീലയിൽ വന്നിട്ടുണ്ട്. യേശു സ്തോത്ര ഗലീലയിൽ വന്നിട്ടുണ്ട്, കാനാവിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു യേശു ഇവിടെ വന്നിട്ടുണ്ട്? ഇന്ന് പകൽ അവന്റെ മഹത്വം ഇവിടെ വന്നിട്ടുണ്ട്. ഈ രാജഭൃത്യൻ യേശുവിനെ കുറിച്ച് കേട്ടു. സ്തോത്രം. യേശു യഹൂദ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടു. അവന്റെ അടുക്കൽ ചെന്ന് അവൻ പറയുകയാണ്, തൻ്റെ മകൻ മരിപ്പാറാകൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം. എൻ്റെ മകൻ മരിക്കാറായിരിക്കുന്നു. അതുകൊണ്ട് യേശുവിനോട് പറഞ്ഞു, യേശുവേ, നീ വന്ന് എന്ത് ചെയ്യണം? നീ വന്ന് എൻ്റെ മകനെ സൗഖ്യമാക്കണം.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ മനോഭാവം അനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മുടെ ഇരിപ്പ് അനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ വെളിപ്പെടുന്നത്. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. അവൻ ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഹല്ലേലൂയ, എല്ലാവർക്കും വിടുതൽ ഉണ്ടാകണമെന്നില്ല. യേശുവിൻ്റെ പിന്നാലെ ഒരു കൂട്ടം ജനം പോവുക. ആ വഴിയരികിൽ ഇരുന്ന കുരുടനായ മനുഷ്യൻ അവനെ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര അമേശ്വർ എന്നോട് കരുണ. ഇന്ന് പകൽക്കാലം അവൻ വിളിച്ചു പറയുക, എന്നോട് കരുണ തോന്നണം. ഞാൻ ഇന്ന് പകൽക്കാലം ചോദിക്കുകയാ, വേറെ ആരോടും കരുണ തോന്നണ്ടേ? ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. കരുണ തോന്നുവാൻ അവന് മനസ്സലിവ് തോന്നിയാൽ അവന്റെ കരുണ വെളിപ്പെട്ടു വരും. ഇന്ന് പകൽക്കാലം എല്ലാവർക്കും വിടുതൽ ഉണ്ടാകത്തില്ല. ആവശ്യക്കാരന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. യേശുവിനെ ഒരുപാട് പേർ തട്ടിയും ഉരുമിയും പോയി, ആർക്കും സൗഖ്യമുണ്ടായില്ല. പക്ഷേ അവൻ അകത്തു വിശ്വാസത്തോടെ ഒരുവൾ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു, വിടുതൽ അവളുടെ മേൽ വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലവും ആവശ്യമുള്ളവനെ തൊടാതെ വിടത്തില്ല. ഇന്ന് പകൽ ഇതിനകത്ത് വചനം പറഞ്ഞു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവനെ ആമേൻ ഞാൻ വെറുതെ വിടത്തില്ല. ഇന്ന് പകൽ ഇതിനകത്ത് ഹൃദയ നുറുക്കത്തോടെ ആവശ്യഭാരത്തോടെ ഇതിനകത്ത് ആരിരുന്നാലും, ഈ ഓൺലൈനിലൂടെ ആര് ദൈവത്തിന്റെ ശബ്ദം കേട്ടാലും, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ദൈവകുഞ്ഞ് നിന്നെ തൊടാതെ പോകത്തില്ല, നിന്നെ കടന്നു പോകത്തില്ല. യാക്കോബേ ആമേൻ, നീ മുഴങ്കാലിൽ ഇരുന്ന് യാബോക്കിന്റെ കടവിന്റെ തീരത്തിരുന്ന് നീ നിലവിളിക്കുന്നെങ്കിൽ, നീ കരയുന്നെങ്കിൽ, നിന്നെ കടന്നു പോകുവാൻ എനിക്ക് കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവം കടന്നു പോകാത്തത് തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയുടെ നടുവില. ഹൃദയ നുറുക്കത്തോടെ ഇന്ന് പകൽക്കാലം ഇരിക്കുന്നെങ്കിൽ ആമേൻ, അവൻ തൊടാതെ വിടത്തില്ല, അവൻ നമ്മെ അനുഗ്രഹിക്കാതെ വിടത്തില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ മനോഭാവം അനുസരിച്ചായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി. ആമേൻ. യേശുവിന്റെ അടുക്കൽ ഈ രാജഭൃത്യൻ വന്നിട്ട് പറയുക, ആമേൻ ആമേൻ, കർത്താവേ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകനെ സൗഖ്യമാക്കണം. യേശു എന്താ മറുപടി പറഞ്ഞേ? യേശു അവനോട് പറഞ്ഞു, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഇന്ന് പകൽ ഞാനൊരു മർമ്മം പറയാം. ഒരു വിടുതൽ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുമ്പോൾ ദൈവം അതിനൊരു പ്ലാൻ ചെയ്യും, ദൈവം ഒരു പദ്ധതിയിടും. ബൈബിൾ വായിച്ചൊക്കെ ആരുടെ എല്ലാം ജീവിതത്തിൽ വിടുതൽ വെളിപ്പെട്ടോ ദൈവം മുന്നേ ഒരു പദ്ധതി തയ്യാറാക്കും. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മാത്രമേ വിടുതൽ വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ സഹോദരാ. നമ്മുടെ പദ്ധതി പ്രകാരമല്ല, നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടല്ല, ദൈവത്തിന്റെ നിയോഗ പ്രകാരം വിടുതൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഇവിടെ ആമേൻ, ഈ രാജഭൃത്യന്റെ ആവശ്യം എന്താ? മകൻ മരിപ്പാറായിരിക്കുന്നു, ആമേൻ, ഒരു വിടുതൽ വേണം. അത് എങ്ങനെ വിടുതൽ വേണമെന്ന് ദൈവം സെറ്റ് ചെയ്യും. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നിന്റെ വിടുതൽ എങ്ങനെയാണെന്ന് ദൈവം സെറ്റ് ചെയ്യും. ആമേൻ. ഇന്ന് പകൽ നീ സെറ്റ് ചെയ്യേണ്ട. ആമേൻ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും അങ്ങനെ സെറ്റ് ചെയ്തെങ്കിൽ അതിനെ പൊളിച്ചുകളാ. ഇന്ന് പകൽക്കാലം പറ, കർത്താവേ നിന്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണം, നിന്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കണം. ആമേൻ. ദൈവത്തിന് നമ്മൾ മന്ത്രിയാകണ്ട, ദൈവത്തിന് നമ്മൾ ആലോചന പറയണ്ട. അവൻ ആലോചനയുടെ ദൈവമാണ്. ഇവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, കർത്താവേ നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകനെ സൗഖ്യമാക്കണം. കർത്താവ് പറയാ, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല. ഒരുവൻ ഇങ്ങനെ പറയുമ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, കർത്താവേ ആമേൻ എൻ്റെ മകൾ മരിക്കാറായിരിക്കുന്നു, പക്ഷേ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ മകൾക്കൊരു സൗഖ്യം വേണം. അന്നേരം കർത്താവ് പറയാ, ആമേൻ ഞാൻ നിന്റെ വീട്ടിൽ വന്ന്, യേശു പറയാ, യേശുവിനെ വീട്ടിൽ വിളിച്ചില്ല, പക്ഷെ ആമേൻ യേശു പറയാ, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ മകളെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഇവിടെ ഒരു രാജഭൃത്യൻ നിന്ന് പറയാ, ആമേൻ കർത്താവേ നീ എൻ്റെ വീട്ടിൽ വന്ന് ഹല്ലേലൂയ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ മനോഭാവം മാറണം. ആമേൻ. വിടുതൽ വെളിപ്പെടണം, മനോഭാവം മാറണം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ മകളെ സൗഖ്യമാക്കും. ആമേൻ. അവൻ പറഞ്ഞു, അയ്യോ എൻ്റെ വീട്ടിൽ നീ വരണ്ട, എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല.
ആമേ കർത്താവേ, നീ പരിശുദ്ധൻ. നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. നീ എന്റെ വീട്ടിനകത്ത് വരണ്ട, നീ എന്റെ വീട്ടിനകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരുവൻ പറയുക, ഞാൻ യോഗ്യനാ, ഞാൻ ആമേൻ സ്തോത്രം രാജാവിന്റെ ഭൃത്യന് എന്റെ വീട്ടിൽ വന്ന് സൗഖ്യമാക്കണം. ഇന്ന് പകൽ നമ്മൾ വ്യവസ്ഥ വെക്കണ്ട. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ആമേൻ ഒരു പ്ലാൻ ചെയ്തിരിക്കുക. കനാവിൽ വന്നിട്ട് ആമേൻ സ്തോത്രം കർത്താവ് ഒരു പ്ലാൻ ചെയ്തിരിക്കുക. എന്താ ദൈവം ചെയ്ത പ്ലാൻ? ആമേൻ സ്തോത്രം, ദൈവത്തിന് അറിയാം ഇന്ന് പകൽ ഈ വീട്ടിൽ വീഞ്ഞു തീരും. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ വീട്ടിൽ വീഞ്ഞു തീരും. ആമേൻ വീഞ്ഞു തീരുമ്പോൾ പച്ച വെള്ളത്തെ വീഞ്ഞാക്കി ആമേൻ സ്തോത്രം എൻ്റെ കൂടെ വന്ന ശിഷ്യന്മാരെ വിശ്വാസത്തെ ഉറപ്പിക്കണം. ആമേൻ ഗലീല പട്ടണത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തി, ആമേൻ സ്തോത്രം അത്ഭുതങ്ങളുടെ ആരംഭമായി, ദൈവപ്രവൃത്തിയുടെ ആരംഭമായി എനിക്ക് ചെയ്യണമെന്ന് ദൈവം എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഈ പ്ലാനിനെ പൊളിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതികളെ, ദൈവത്തിന്റെ പ്ലാനുകളെ പൊളിക്കുക എന്നുള്ളത് പിശാചിന്റെ പദ്ധതി. അന്നേരം പിശാച് ആമേൻ സ്തോത്രം ആരുടെ അടുക്ക വരണം എന്നൊന്നും പറയാം, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടാൻ സമയമാകുമ്പോൾ വീട്ടിനകത്ത് ആരുടെ മേലാണ് പിശാച് പ്രവർത്തിക്കുന്നതെന്ന് ഒരു വിടുതൽ വെളിപ്പെടാൻ ഇരിക്കുമ്പോൾ അന്ന് വീട്ടിനകത്ത് ആരെങ്കിലും പിശാച് കരങ്ങളിലെടുക്കും. ആമേൻ സ്തോത്രം. അന്ന് ആ വിടുതൽ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ആമേൻ പായിട്ട് എല്ലാം റെഡി ആയിരിക്കുമ്പോൾ ആരെങ്കിലും പിശാച് തൊട്ടിരിക്കും. അന്നത്തെ പ്രാർത്ഥന അത് ഓർക്കുമ്പോൾ ആമേൻ സ്തോത്രം പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുമ്പോൾ ഓർത്തോണ്ട് അന്നൊരു വിടുതലുണ്ട്. ആമേൻ, അന്നൊരു വിടുതല് ഉണ്ട്. ആമേൻ സ്തോത്രം. ആ വിടുതലുള്ളപ്പോഴാണ് പ്രശ്നങ്ങൾ. ആമേൻ, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, 1-2 പാട്ട് പാടി ആമേൻ സ്തോത്രം 2-3 മണിക്കൂർ പ്രാർത്ഥിച്ചാലും പ്രശ്നമില്ല. പക്ഷേ എന്നെങ്കിലും ആമേൻ സന്ധ്യപ്രാർത്ഥനയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ഓർത്തോണ്ട് അന്ന് നിങ്ങൾ വിടുതല. ഇതിനെ തടയാനാ അവൻ നമ്മൾ എന്ത് ചെയ്യണം? അല്ലല്ലേ, നമ്മൾ എന്താ ചെയ്യണ്ടേ? ആമേൻ, മിണ്ടാതെ ഒന്ന് താണിരിക്കപ്പാ. ആമേൻ, ഒന്ന് ദൈവസന്നിധി താണു കൊടുത്താൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ആമേൻ, ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ദൈവ മഹത്വം ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ, ഇന്ന് വരെ കാണാത്തതും ഇന്ന് വരെ കേൾക്കാത്തതുമായ ദൈവപ്രവൃത്തി ചെയ്യാൻ ആമേൻ ദൈവം പദ്ധതി ഇട്ടപ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആരുടെ ഉള്ളിൽ പിശാച് കയറി? ആരുടെ ഉള്ളിൽ കയറി? മറിയയുടെ ഉള്ളിൽ പിശാച് കയറി. ആമേൻ സ്തോത്രം. നമ്മൾ നോക്കിയാൽ ഒരിക്കലും സാധ്യതയില്ല. കാരണം ദൂതൻ വന്ന് മറിയെ വിളിച്ചതെന്താ? കൃപ ലഭിച്ചവളെ. ഈ അവസാനം ആകുമ്പോൾ ഈ കൃപ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് ആമേൻ പുതിയ നിയമ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നാൾക്ക് നാൾ നമ്മളിലുള്ള കൃപ എന്ത് ചെയ്യും? നാൾക്ക് നാൾ, നിങ്ങളൊരു സ്തോത്രം പോലും, നാൾക്ക് നാൾ ഇത് എന്ത് ചെയ്യും? ഇത് വർദ്ധിക്കും. നമ്മളിലുള്ള കൃപ നാൾക്ക് നാൾ എന്ത് ചെയ്യണം? ഇത് ആമേൻ സ്തോത്രം നമ്മൾ ആമേൻ നിത്യതയോട് അടുക്കും തോറും കൃപ എന്ത് ചെയ്യണം? നമ്മുടെ കൃപ വർദ്ധിക്കാൻ പോവാ. ഹല്ലേലൂയ. അപ്പൊ നാൾക്ക് നാൾ ഈ കൃപ എന്ത് ചെയ്യും? ഈ കൃപ വർദ്ധിക്കണം. ഇത് വർദ്ധിച്ചില്ലെങ്കിൽ ആമേൻ നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ, സിംഹത്തിന്റെ ആമേൻ സ്തോത്രം, സിംഹം ഇര പിടിക്കാൻ സമയമാകുമ്പോൾ ആമേൻ അവന്റെ അകത്തുള്ള വിശപ്പിന്റെ കാഠിന്യം കൂടുമ്പോൾ അവൻ കാട്ടിൽ ഒരു അമർച്ചയമരും. പുള്ളിപ്പുലിയെ പോലെ സിംഹം ഓടി നടന്ന് ഇരയെ പിടിക്കാറില്ല. അവൻ എങ്ങനെ ഇരയെ പിടിക്കുന്നത്? അവന് വിശപ്പ് വരുമ്പോൾ അവൻ കാട്ടിൽ കിടന്ന് ഒരൊറ്റ അമർച്ചയ. ആമേൻ, സകല മൃഗങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എവിടെയോ സിംഹം വന്നിട്ടുണ്ട്. ആമേൻ, അവർ ജീവനം കൊണ്ട് ഓടുന്ന വഴിക്ക് ഇവന്റെ മുമ്പിൽ വന്നുവിടും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറഞ്ഞതിന്റെ ആശയം, അകത്താത്മാവിന്റെ വിശപ്പുള്ളവൻ അവന് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അവന്റെ അകത്തൊരു അമർച്ചയുണ്ട്. അവന്റെ വിശപ്പ് കാണുമ്പോഴറിയാം ആമേൻ സ്തോത്രം അവന്റെ ഉള്ളിലൊരു വാഞ്ചയുണ്ട്. അവൻ ആത്മീക വിശപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസഭകളുടെ തകർച്ചയുടെ കാരണമെന്ത്? ആത്മീക വിശപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. വചനം കേൾക്കുവാൻ
തിന്നാനുള്ള വിശപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഇരയെ കണ്ടാൽ അതിനെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന വിശപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ അകത്തു കൃപയുള്ളവന് ഇന്ന് പകൽക്കാലം മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. അവന്റെ വിശപ്പ് വർദ്ധിക്കും. അവൻ ജീവന്റെ അപ്പം കാണുമ്പോൾ അവൻ മിണ്ടാതിരിക്കത്തില്ല. അവന്റെ ഉള്ളിൽ ഒരു അമർച്ചയുണ്ടാകും, അവന്റെ ഉള്ളിൽ ശബ്ദമുണ്ടാകും, അവന്റെ അതരത്തിൽ ഗർജനമുണ്ടാകും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ഗർജനമുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മുടെ അകത്തെ മനുഷ്യൻ ആമേൻ ശക്തിപ്പെട്ടിരിക്കുകയാ. ഈ വചനം ജഡത്തിലെടുക്കരുത്, ഈ വചനം ആത്മാവിൽ എടുക്കണം. വിടുതൽ പ്രാപിക്കണമെങ്കിൽ വചനം ആത്മാവിൽ എടുക്കണം. ഇന്ന് പകൽ ഈ ദൂതുകളെ ആത്മാവിൽ പിടിക്കണം. ആമേൻ സ്തോത്രം. ദൈവകുഞ്ഞ നിന്റെ വിടുതൽ വെളിപ്പെടുന്നതിന് മുമ്പ് ആമേൻ സാത്താൻ നിന്റെ വീട്ടിനകത്ത് കയറരുത്, നിന്റെ കുടുംബത്തിനകത്ത് കയറരുത്. ആമേൻ ഇന്ന് പകൽക്കാലം അവന്റെ വാതിലുകളെ അടച്ചു കളയണം. ഇന്ന് പകൽ ആമേൻ നിന്റെ പകല ആമേൻ ഞാൻ പറയും ആമേൻ 2024 ആമേൻ സ്തോത്ര ഹല്ലേലൂയ ഈ 6-ാം മാസം 2-ാം തീയതി ആമേൻ ദൈവകുഞ്ഞ നിന്റെ പകല, നിന്റെ വിടുതലിന്റെ പകല, നിന്റെ ആമേൻ സ്തോത്ര നന്മയുടെ പകല. എന്നാ നീ നന്മ പ്രാപിക്കാൻ പോകുന്നേ? ഇന്ന് പകൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. വിടുതൽ വെളിപ്പെടുന്നതിന് മുമ്പ് ഹല്ലേലൂയ ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതിക്ക് വിരോധമായി കൃപ ലഭിച്ചവളുടെ അകത്ത് പിശാച് കയറി. ആമേൻ ഹല്ലേലൂയ. ആമേൻ മറിയ വന്നിട്ട് യേശുവിനോട് പറയാ, ആമേൻ യേശുവേ ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. ആമേൻ നീ പോയി വീഞ്ഞ്, ആമേൻ നിന്റെ കൂടെ കുറച്ച് പേരുണ്ടല്ലോ, അവരോട് പോയിട്ട് വീഞ്ഞുള്ളിടത്ത് നിന്ന് വീഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ആമേൻ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സ്തോത്രം. യേശു ഒറ്റ വാക്കേ ചോദിച്ചില്ല, എനിക്കും നിനക്കും തമ്മിൽ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഗദരദേശത്ത് ആമേൻ സ്തോത്രം കർത്താവ് കാല് ചവിട്ടപ്പോൾ കല്ലറയിൽ കിടന്ന ഭൂതം ആമേൻ 6000 ഭൂതമുള്ള ലഗ്യോൻ വന്നിട്ട് യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, യേശുവേ എനിക്കും നിനക്കും എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കുവാൻ. സ്തോത്രം. ഇവിടെ ചോദിച്ച കേട്ടോ. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മറിയോടല്ല ദൈവത്തിന്റെ ചോദ്യം. ആമേൻ സ്തോത്രം. എന്റെ നാഴിക വരുന്നതിന് മുൻപ് ആമേൻ സ്തോത്രം പിശാചേ എനിക്കും നിനക്കും തമ്മിൽ എന്താ? എന്റെ നാഴിക വരാൻ പോവുകയാ, എന്റെ സമയം വരാൻ പോവുകയാ. എന്റെ സമയത്തിന് മുമ്പേ ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിന്റെ പദ്ധതികളെ പൊളിക്കാൻ ആമേൻ നിനക്കെന്ത് അധികാരം? പിശാചേ ഇന്ന് പകൽ എന്റെ കുടുംബത്തിലിട്ട, എന്റെ തലമുറ ദൈവ പദ്ധതിയെ പൊളിക്കാൻ നീ യാർ. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് യുദ്ധമുള്ളത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറിയയോടല്ല, കൃപ ലഭിച്ചവളോടല്ല, അവളുടെ പിന്നിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയോടത്രേ. ദൈവം കണ്ടത് കൃപ ലഭിച്ചവളെയല്ല, കൃപ ലഭിച്ചവളുടെ പുറകിൽ ഒരു വ്യാപാരം നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മളല്ല പ്രശ്നം, നമ്മുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. ഇന്ന് പകൽ അതിനോടാണ് യുദ്ധമെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാം. ആമേൻ. കർത്താവ് പറഞ്ഞു എന്റെ നാഴിക വന്നിട്ടില്ല. ഹല്ലേലൂയ. എന്റെ നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം 6-ാം മാസം 9-ാം തീയതി അല്ല ദൈവത്തിന്റെ നാഴിക വന്ന് പറഞ്ഞ് ചില സെക്കൻഡുകൾ കഴിയുമ്പോൾ ആമേൻ സ്വർഗത്തിന്റെ നാഴിക വെളിപ്പെട്ടു. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയും, ദൈവകുഞ്ഞെ നിന്റെ നാഴിക 9-ാം മാസത്തിലല്ല വരാൻ പോകുന്നേ. നിന്റെ നാഴിക ആമേൻ നീ സ്തോത്രം പറഞ്ഞ് നീ ആത്മാവിൽ ആരാധിച്ച് ആരാധന നിർത്തുന്നതിന് മുൻപേ നിന്റെ നാഴിക നിന്റെ കുടുംബത്തിനകത്ത് വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയാം. എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ നിന്റെ നാഴിക വരുത്തുക. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ നന്മ വരുക. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ വിടുതൽ വരുക. ദൈവത്തിന്റെ നാഴികയ്ക്ക് ആമേൻ നാളുകളില്ല, അത് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. ആമേൻ. ദൈവത്തിന്റെ പദ്ധതിയെ പൊളിക്കാൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പിശാചിന് നിനക്ക് കഴിയത്തില്ല.
ആമേൻ, പിശാചിന്റെ പ്രവർത്തികൾക്ക് ആരും നിന്നു കൊടുക്കരുത്. ആമേൻ, സ്തോത്രം. നമ്മൾ ദൈവപ്രവർത്തിക്ക് വേണ്ടി നിന്നു കൊടുക്കണം. ആമേൻ, പിശാചിന് വാഴാനുള്ളതല്ല. ആമേൻ, സ്തോത്രം. ഞാൻ പറയും, ദൈവമേ, ആമേൻ, കൃപ ലഭിച്ചവളെ, നിന്റെ നാവ് പരാജയം പറയാനല്ല, പരാതി പറയാനല്ല. നിന്റെ നാവ് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കാൻ. നിന്റെ നാവ്, ആമേൻ, സ്തോത്രം, എടുത്ത് ആമേൻ നീ പ്രവചിക്കണം. നിന്റെ കുടുംബത്തെ നോക്കി നീ പ്രവചിക്കണം. തലമുറയെ നോക്കി നീ പ്രവചിക്കണം. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം പറ, പരാതി പറഞ്ഞത് മതി. ആമേൻ, പരിഭവം പറഞ്ഞത് മതി. ഇന്ന് പകൽക്കാലം നിന്റെ നാവെടുത്ത് ആമേൻ, സ്തോത്രം, ആമേൻ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം നീ പ്രവചിച്ചു തുടങ്ങിക്കോ. ആമേൻ, നിന്റെ നാഴിക വന്നിരിക്കുന്നു. ആമേൻ, യേശുവിനോട് പറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ, ആമേൻ, സ്തോത്രം, ചിലത് കണ്ടാലേ, സ്തോത്രം, കണ്ടാലേ വിശ്വസിക്കൂ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. രാജഭൃത്യനോട് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഇത് പറയുമ്പോൾ രാജഭൃത്യൻ ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞേ? ആമേൻ, രാജഭൃത്യൻ യേശുവിനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ, അവൻ ആദ്യം പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകനെ എന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. കർത്താവിൻ്റെ മറുപടി, വരാമെന്നല്ല, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ എന്ത് ചെയ്യത്തില്ല. ആമേൻ. അത് അത്ര പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിൻ്റെ ദൈവം ചില സമയത്ത് ദൈവത്തിൻ്റെ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന്. ആമേൻ. ഒരു മകൾ മരിക്കാറായി കിടക്കുന്നു, ഒരമ്മ പുറകെ വന്ന് കിടന്ന് കരയുക, കർത്താവ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണം, കർത്താവ് ഒരു വിടുതൽ തരണം. ആമേൻ. കർത്താവ് തിരിഞ്ഞു നിന്നിട്ട് ഒരൊറ്റ വാക്ക്, മക്കളുടെ അപ്പം എടുത്ത്, ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം, മക്കളുടെ അപ്പം എടുത്ത് പട്ടിക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കി. അമ്മ ആരേലും നിൽക്കോ? ആമേൻ. നായി എന്നൊന്നും പറയണ്ട, ചില പേര് പറഞ്ഞാൽ മതി, പിന്നെ ഈ കണ്ടത്തെ കാണുകയില്ല. സ്തോത്രം. കർത്താവിന് അറിയാം ചിലരുടെ വിശ്വാസത്തെ. ആമേൻ, സ്തോത്രം. കൂടെ കുറെ എണ്ണം നടപ്പുണ്ട്. ഒരു വിശ്വാസവും കുറെ നാളായി കൂടെ കുറെ പേര് ഇങ്ങനെ അപ്പവും വീഞ്ഞ് നിന്നുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കുക. അവർക്ക് വേറെ ഒന്നും അറിയണ്ട. ആമേൻ. രാവിലെ ഇറങ്ങി കർത്താവിൻ്റെ കൂടെ അങ്ങ് പുറപ്പെട്ടാൽ മതി. വീട്ടിലെ കാര്യം അറിയണ്ട, നാട്ടിലെ കാര്യം അറിയണ്ട, പിള്ളേരെ കാര്യം അറിയണ്ട, ഒന്നും അറിയണ്ട. ആമേൻ, സ്തോത്രം. ഇങ്ങനെ അപ്പവും ആമേൻ, സ്തോത്രം, മീനും ഒക്കെ ഇങ്ങനെ അടിച്ച ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടു നടന്നാൽ മതി. ആമേൻ, സ്തോത്രം. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവന് മറ്റുള്ളവരുടെ അത്ഭുതം. അവൾ ഒരു വാക്ക് പറഞ്ഞു, കർത്താവേ, യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഇത് നിന്റെ മക്കൾ തൊടത്തില്ലല്ലോ. എന്നാ വേണ്ട, മക്കൾ തൊടുന്നത് വേണ്ട, മക്കളുടെ കയ്യിൽ നിന്ന് വീഴുന്നത് മതി. ഇവർ പറയാ, അതൊന്നും വേണ്ട കർത്താവേ. ആമേൻ. അവരെ പിടിച്ചിട്ട് വീടുന്ന ഇങ്ങനെ എത്രയോ ദൂത് വരുമ്പോൾ ആമേൻ ഇവർ പിടിക്കാതെ ഇങ്ങനെ തലയ്ക്കൊരു കൂടെ പോകുന്നത്, അത് മാത്രം മതിയെന്ന്. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ ഒരു വിടുതൽ ഒരൊറ്റ വാക്യം മതിയെന്ന്. പാസ്റ്റർ, ഇത്രയും സമയം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, 1 മണിക്കൂർ പ്രസംഗിക്കേണ്ട. പാസ്റ്റർ, ഒരു വാക്യം വായിച്ച് സ്തോത്രം പറഞ്ഞാൽ മതിയെന്ന്. പിടിക്കാൻ ആളുണ്ടെങ്കിൽ അത് മതി വിടുതൽ. ഹല്ലേലൂയ. ആമേൻ. പുറകെ വരുന്നവർ, വിശ്വാസമില്ലാത്തവർക്ക്, ആമേൻ, പാരമ്പര്യം പറയുന്നവർക്ക്, ആമേൻ, അതാ പറഞ്ഞേ, ആമേൻ, സ്തോത്രം. ഈ പുതുതായി വരുന്നവർക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ വിടുതൽ വരുമ്പോൾ പേടിക്കണം. ആമേൻ, സ്തോത്രം. ഈ പുതുതായിട്ട് വരുന്നവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കും. ആമേൻ, സ്തോത്രം. അവരങ്ങ് കർത്താവിൽ അങ്ങോട്ട് വിശ്വസിക്കുക. അവരാ വിടുതൽ പിടിക്കും സ്പോട്ടിൽ. ഇത് പുതുതായിട്ട് വരുന്നവർക്കല്ല, പഴയ ആൾക്കാർക്കല്ല, ഇത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇത് നമ്മൾ പിടിക്കാത്തത് കൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ലഭിക്കാത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വേഗത്തിൽ വരാം. ആമേൻ, സ്തോത്രം. അപ്പോൾ ഈ രാജഭൃത്യന് ആമേൻ അത്ര ഇഷ്ടപ്പെട്ടില്ല കർത്താവിൻ്റെ വാക്ക്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ ഞാൻ നിന്റെ മകന് ചെയ്യാനിരിക്കുന്ന വിടുതൽ നിനക്കറിയത്തില്ല. അതാ അതിൻ്റെ അർത്ഥം. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, ആമേൻ, സ്തോത്രം, നീ എൻ്റെ അടുക്കൽ വരുമെന്നും നിന്റെ മകൻ ജീവിക്കുമെന്നും എനിക്കറിയാം. ആമേൻ. ഇന്ന് പകൽ നീ വരുമെന്ന് എനിക്കറിയാം. ആമേൻ. നിന്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങുന്നതിന് മുമ്പേ എനിക്കറിയാം. ഇന്ന് പകൽ എൻ്റെ അടുക്കൽ വരുമെന്ന് എനിക്കറിയാം. നിന്റെ മകൻ സൗഖ്യമാകുമെന്ന് എനിക്കറിയാം.
പക്ഷെ നിനക്കറിയത്തില്ല. ഇന്ന് പകൽ ഒരു വിടുതൽ നിന്റെ വീട്ടിൽ വരുമെന്ന് ദൈവത്തിന് അറിയാം. ആമേൻ. ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ വരുമെന്ന് എന്റെ ദൈവത്തിന് അറിയാം. പക്ഷെ നിനക്കറിയത്തില്ല. ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ആമേൻ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവന്റെ പ്രവൃത്തി തക്ക സമയത്ത് നമ്മുടെ മേൽ വെളിപ്പെടും. കർത്താവ് പറഞ്ഞത്, ആമേൻ, ഞാൻ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് നിനക്ക് അറിയത്തില്ല. ആമേൻ. നീ കണ്ടാൽ, നീ നിന്റെ വീട്ടിൽ വന്നാലേ നിനക്ക് അത്ഭുതം നടക്കൂ, ഞാൻ തൊട്ടാലേ നിനക്ക് അത്ഭുതം നടക്കൂ. ആമേൻ. ഇത് പറഞ്ഞത് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ തിരിഞ്ഞു നിന്നിട്ട് കർത്താവിനോട്, കർത്താവേ, ആമേൻ, സ്തോത്രം, ഞാനിപ്പോൾ പോവുക, പക്ഷെ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് ഇനി നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പേ, എടാ, മരിച്ചാലും ജീവിപ്പിക്കുന്നവനെയാണ് നീ കണ്ടതെന്ന് അവൻ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന് അതൊന്നും ഒരു വിഷയമല്ലെന്ന് അവൻ പറഞ്ഞു. യേശു അവനോടൊരു വാക്ക് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ആമേൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച ആ മനുഷ്യൻ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, നിന്റെ മകൻ എന്ത് ചെയ്തിരിക്കാം, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. പക്ഷെ ഈ വാക്ക് അവൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? വിവാഹം കഴിഞ്ഞ് വന്ന വീട്ടിൽ ആദ്യമായി അമ്മായി അമ്മ പറഞ്ഞ വാക്ക് ഹൃദയത്തിൽ കയറിയതുപോലെ ഇവൻ്റെ ഹൃദയത്തിൽ ഈ വാക്ക് എന്ത് ചെയ്തു? നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം ഇന്ന് പകൽ ഇതെല്ലാം ഒന്ന് പുറത്താക്കി നോക്കേ. ഈ പരാതികളും പരാജയങ്ങളെല്ലാം പുറത്താക്കി നോക്കേ. ആമേൻ. ദൈവത്തിന് ഇന്ന് പകൽ നിങ്ങളൊന്ന് ഫ്രീ ആയി നോക്കിയേ. ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ മഹത്വം ചലിക്കുന്നത് കാണാൻ പറ്റും. ആമേൻ. സ്തോത്രം. ഞാൻ വരുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു ആമേൻ ഒരു വാക്ക് പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ദൈവത്തിന് ഒറ്റ വാക്ക് മതിയെന്ന്. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്കു മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതിയെന്ന്. ഇന്ന് പകൽ ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒരൊറ്റ വാക്ക് മതി നിങ്ങളുടെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ ജീവന്റെ ഒരു വചനം മതിയെന്ന് കർത്താവ് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നീ പോയിക്കൊള്ളാൻ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആമേൻ. കർത്താവ് പറഞ്ഞു നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മേൽ അവകാശം പറഞ്ഞ മരണത്തിന്റെ ശക്തികൾ, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് ഗലീലയിൽ നിന്ന് പറയുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, കവർന്നഹൂമിൽ അവന്റെ വീട്ടിനകത്ത് ആമേൻ വിടുതൽ വെളിപ്പെട്ടു. ഇന്ന് പകൽ ഞാൻ പറയും, ഇതിനകത്തുനിന്ന് ആമേൻ ഒരു വാക്ക് കേട്ട് നിന്റെ വീട്ടിനകത്ത് വിടുതൽ വെളിപ്പെടും, നിന്റെ ജോലി സ്ഥാപനത്തിനകത്ത് വിടുതൽ വെളിപ്പെടും. എവിടെയാ നിന്റെ വിഷയം കിടക്കുന്നത് അവിടെ വിടുതൽ വെളിപ്പെടാൻ ഇന്ന് പകൽ ഇതിനകത്ത് കേൾക്കുന്ന ഒരു വാക്ക് മതി. ഇന്ന് പകൽ അത്ഭുതം നടക്കും. മരണത്തിന്റെ ശക്തികൾ അഴിയും, രോഗത്തിന്റെ ശക്തികൾ അഴിയും, നിരാശയുടെ ശക്തികൾ അഴിയും. ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറിപ്പോകും. ദൈവത്തിന്റെ ഒരു വാക്ക് മതിയെന്ന്. ഹല്ലേലൂയ. ആമേൻ. അവൻ ഈ വാക്ക് അവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ പുറപ്പെട്ടു പോയി. അവൻ പോകയിൽ അവൻ്റെ വീട്ടിൽ നിന്ന് ദാസന്മാർ അവനെ എതിരേറ്റു. ഹല്ലേലൂയ. ഇവൻ പോകയിൽ തന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ദാസന്മാർ വരികയാണ് അവനെ വിളിക്കാൻ. അവൻ പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഒരൊറ്റ ദൂത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്ര. ദാസന്മാർ വന്നിട്ട് പറയാ, നിന്റെ മകൻ, ഹല്ലേലൂയ, മരണം കണ്ടിട്ടാ പോയത്, മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടാ പോയത്. സ്തോത്രം. തിരിച്ചു വരുമ്പോൾ അവൻ കേൾക്കുന്നൊരു ശബ്ദം, നിന്റെ മകൻ. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഇതിന് ഹല്ലേലൂയ ഈ മീറ്റിങ്ങിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുക, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നത് മരണവാർത്തയല്ല. സ്തോത്രം. നിന്റെ വിഷയം ജീവിച്ചിരിക്കുന്നെന്ന്, നിന്റെ വിഷയം ചലിക്കാൻ തുടങ്ങിയെന്ന്. നീ അങ്ങോട്ട് പോകുമ്പോൾ നിന്റെ മകൻ ചലനമറ്റ് കിടന്നില്ലേ? ഇന്ന് പകൽ ഈ ആരാധനയ്ക്ക് വരുമ്പോൾ നിന്റെ വിഷയം ചലിക്കാതെ കിടക്കുന്നില്ലേ? ഇന്ന് പകൽ ആരാധന കഴിഞ്ഞ് നീ വീട്ടിലെ
വീട്ടിലേക്ക് പോകുമ്പോൾ ആമേൻ ചില വാർത്തകൾക്ക് നിന്റെ വിഷയം ജീവിച്ചിരിക്കുന്നു, നിന്റെ വിഷയം ചലിക്കാൻ തുടങ്ങി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു. ഇന്ന് പകൽ ചലിക്കാത്ത ഇടങ്ങളിൽ ചില ചലനങ്ങൾ ഉണ്ടാകാൻ പോകുക. യേശുവിന്റെ ഒരു വാക്ക് മതി. ഇതുവരെ ചലിക്കാതെ കിടന്ന നിന്റെ ജീവിതത്തിനകത്ത് ചലിക്കാതെ കിടന്ന ചിലതിന്ന് പകൽക്കാലം അത് ചലിക്കാൻ തുടങ്ങും. ഇനി കേൾക്കുന്നത് പരാജയത്തിന്റെ വാക്കല്ല. ഇന്ന് പകൽ ഞാൻ പറയും, ഇതിനകത്ത് വധിച്ച് പറയും, ഓൺലൈനിലൂടെ കേൾക്കാൻ പോകുന്നത് നിന്റെ വീട്ടിനകത്ത് ചിലത് ജീവിച്ചിരിക്കും. ആമേൻ. മരണത്തിന് തൊടുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചില കുടുംബത്തിനകത്തു നിന്ന് മരണത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുകയാ. ചില പരാജയത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാ. യേശുവിൻ നാമത്തിൽ ആ വിടുതൽ 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 യേശുവിൻ നാമത്തിൽ ആ വിടുതൽ വെളിപ്പെടട്ടെ. നിന്റെ വീട്ടിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ വിടുതൽ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു. ഇന്ന് പകൽ ഏറ്റെടുത്തോ, 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 ഏറ്റെടുത്തോ. കർത്താവ് നിന്നെ തൊടുന്നു, കർത്താവ് നിന്നെ തൊടുന്നു. ഇന്ന് പകൽ ഒരു മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ കരം നിന്നെ തൊടുന്നു. നിന്റെ വിഷയം ഇന്ന് പകൽ ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചില ബന്ധനങ്ങൾ അഴിയുകയാ. നാളുകൾ കൊണ്ട് ആമേ ചുറ്റിക്കെട്ടിയ പിശാചിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അത് അഴിയുകയാ. ഇവിടെ ദൈവകുഞ്ഞേ, നീ ആരാധിക്കുമ്പോൾ, ഇവിടെ നീ വചനം ഏറ്റെടുക്കുമ്പോൾ, നിന്റെ വീട്ടിനകത്ത് നിന്റെ വിഷയം ഇരിക്കുന്ന ഇടത്ത് ആമേൻ വിടുതൽ വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ സഭയ്ക്കകത്ത് ചലിക്കട്ടെ, വിടുതൽ സഭയ്ക്കകത്ത് ചലിക്കട്ടെ, കുടുംബങ്ങൾക്കകത്ത് ചലിക്കട്ടെ. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഈ ആരാധന കഴിഞ്ഞ് പോകയിൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരെങ്കിലും ഇതിനകത്ത് നിന്ന് ഈ വചനത്തെ ദൂതനെ പിടിച്ചാൽ ഞാൻ പറയുന്നു, നിങ്ങളത് കേൾക്കും. എനിക്കറിയാം, ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാം. ആമേൻ. ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം എനിക്കറിയാം. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയുകയാണ്. ആമേൻ. സ്തോത്ര. ഈ ആരാധന കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ഇതുവരെ ചലിക്കത്തില്ല, ഇതുവരെ ആമേൻ ചലിക്കാതെ കിടന്നത് ചിലത് ചലിച്ച വാർത്ത ആമേൻ നിങ്ങൾ കേൾക്കും. ആമേൻ. സ്തോത്ര. രാജഭൃത്യന്റെ ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ഭൃത്യന്മാർ അവന്റെ കാതുകളിൽ ആമേൻ ആ ശുഭവാർത്ത കേൾപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, ചില വ്യക്തികൾ നിന്റെ കാതുകളിൽ ശുഭവാർത്ത കേൾപ്പിക്കും. ആമേൻ. ഇന്നുവരെ കേൾക്കാത്ത ചില ശുഭവാർത്തകൾ ഇന്ന് പകൽ നിന്റെ കാത് കേൾക്കും. നീ ദൈവശബ്ദം കേൾക്കും, നീ ദൈവമഹത്വം കാണും, നീ അത്ഭുതങ്ങളെ കാണും. നിന്റെ കാതിൽ ഇന്ന് പകൽക്കാലം ഇതുവരെ കേൾക്കാത്തത് നീ കേൾക്കും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ വിളിച്ചു പറയൂ, ഇതുവരെ കാണാത്തത് നീ കാണും, ഇതുവരെ കാണാത്തത് നീ കാണും. ഇന്ന് പകൽ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചത്. ദൈവകുഞ്ഞ, നിന്റെ ജീവിതത്തിൽ വരുന്ന വിടുതൽ ദൈവത്തിൽ നിന്നാണോ? പാക്കിട്ടേ പോകാവൂ. ആമേൻ. സ്തോത്രം. അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു. ആമേൻ. സ്തോത്രം. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചു. അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പാനി അവനെ വിട്ടുമാറി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ചിന്തിച്ചു. ആമേൻ. ഇന്നലെ രാത്രി 7 മണിക്ക് ഞാൻ കർത്താവുമായി സംസാരിച്ചത്. അവന് മനസ്സിലായി ഇത് കർത്താവിൻ്റെ കരമാണ്. ആമേൻ. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ താൻ വിശ്വാസത്തെ ഇന്ന് പകൽ എല്ലാവരും ഒരു നിമിഷം ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവകുഞ്ഞെ നീ ആരാധിച്ച സ്തോത്ര ഹല്ലേലൂയ, അത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിനകത്ത് ചിലത് ജീവിച്ചിരിക്കുന്നത് ആമേൻ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും. ആമേൻ. സ്തോത്ര. ഇന്ന് പകൽക്കാലം ഒറ്റ വാക്ക് ആമേൻ. സ്തോത്ര. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അവൻ അത് വിശ്വസിച്ചു. ആമേൻ. അവിശ്വാസം
വിശ്വാസത്തിന്റെ വാക്കുകൾ അവൻ പലതും അവന്റെ വിൽക്കുന്നതിന് മുമ്പെങ്കിലും നീ എന്റെ വീട്ടിൽ വരണം കേട്ടോ. അവൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ വാക്കവൻ ജീവിതത്തിൽ ഏറ്റെടുത്തപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവന്റെ വിടുതലിന്റെ തടസ്സം മാറിപ്പോയി, അവന്റെ പ്രതികൂലങ്ങൾ മാറിപ്പോയി. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ചില വിടുതലിന് തടസ്സമായി ആമേൻ ദൈവകുഞ്ഞൻ നിന്റെ ഹൃദയത്തിൽ വാദിക്കുന്ന ആമേൻ ശത്രുവിന്റെ വാദങ്ങൾ പദ്ധതികൾ പൊളിയട്ടെ. ആമേൻ, സ്തോത്രം. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ഇവിടെ നിന്ന് പ്രവചിച്ചു പറയും, ആമേൻ, നിന്റെ വിടുതലിനെ തടയാൻ, നിന്റെ വിഷയം ഉയർക്കാതെ വണ്ണം അതിനെ തടയാൻ ഒരു അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. ഇന്ന് പകൽ നിന്റെ മേൽ വാത് കെട്ടുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്റെ ഹൃദയത്തെ കഠിനമാക്കുന്ന, നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന, അവൻ നിന്റെ ഹൃദയത്തിൽ വിഷയങ്ങൾ കൊണ്ടിട്ട് നിന്റെ വിടുതലിനെ തടയുന്ന, നിന്റെ അനുഗ്രഹത്തെ തടയുന്ന, നിന്റെ വീട്ടിനകത്ത് മരണത്തെ വിളിച്ചു വരുത്തുന്ന മരണത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് അഴിയട്ടെ, ഇന്ന് പകൽ മാറിപ്പോകട്ടെ. യേശു ചോദിച്ചു, ഹല്ലേലൂയ, ഇന്ന് പകൽ ഇരുട്ടിനല്ല നമുക്ക് കർത്താവിനോട് കൂട്ടായ്മ. പിശാചേ, നിനക്ക് ആമേൻ ഞങ്ങൾക്കും തമ്മിൽ കൂട്ടായ്മയില്ല. നിന്റെ ആയുധ വർഗം, നിന്റെ ആമേൻ എന്റെ കുടുംബത്തിലിട്ട, എന്റെ വ്യക്തിപരമായ ജീവിതത്തിലിട്ട എല്ലാ തന്ത്രങ്ങളും എടുത്ത് ഇന്ന് പകൽ എന്റെ ഭവനം വിട്ട്, എന്റെ ആമേൻ പരിധി വിട്ട്, എന്റെ അതിര് വിട്ട് ദൈവം ആമേൻ സ്തോത്രം എനിക്ക് ചുറ്റും വേലി കെട്ടിയ എന്റെ കോമ്പൗണ്ട് വിട്ട് ഇന്ന് പകൽക്കാലം പറഞ്ഞോളണം, ഇതിനകത്ത് ആരും മൗനമായി നിൽക്കരുത്. ആമേൻ, അവനവന് വേണ്ടുന്നത് ഇന്ന് പകൽക്കാലം അവനവൻ പിടിച്ചോളണം. നിന്റെ പ്രവർത്തനമിട്ടത്, എന്റെ അപ്പന്റെ അമ്മയുടെ മേലിട്ടത്, എന്റെ മക്കളുടെ മേലിട്ടത് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രവർത്തിക്ക് വിരോധമായി ഇട്ടിരിക്കുന്ന അവന്റെ സകല തന്ത്രങ്ങളും ഇന്ന് പകൽക്കാലം പൊളിയട്ടെ, പൊളിയട്ടെ. എനിക്കറിയാം ഇന്ന് പകൽ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്, പ്രവചിക്കുന്ന ദൈവമക്കളുണ്ട്. ആമേൻ, സ്തോത്രം. ദൈവവുമായി ബന്ധമുള്ള, ദൈവവുമായി അടുത്ത് ബന്ധമുള്ളവർ ഇതിനകത്തുണ്ട്. എനിക്കറിയാം ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മാവിന്റെ നദി ഒഴുകാൻ, അത് ഒഴുകി പോകട്ടെ. അവന്റെ കരമടിച്ചൊന്ന് പ്രതികരിക്കുക. ഇന്ന് പകൽ നിന്റെ ആദരം തുറന്ന് ഒന്ന് പ്രതികരിക്കുക. ഇന്ന് പകൽ ഇതിനകത്ത് എന്റെ കർത്താവ് നടക്കുന്നു, എന്റെ യേശു ഇതിനകത്ത് നടക്കുന്നു. ഇന്ന് പകൽ മരണത്തിന്റെ ശക്തികൾ ആടിയട്ടെ, മരണത്തിന്റെ ശക്തികൾ ആടിയട്ടെ. ആമേൻ, സ്തോത്രം. നിന്റെ തലമുറയെ അവകാശം പറയുന്ന, കുടുംബത്തെ അവകാശം പറയുന്ന അന്ധകാര ശക്തികൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അതഴിഞ്ഞ് മാറട്ടെ. അതിനെ തട പൊളിയട്ടെ, 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 പൊളിയട്ടെ. ഇന്ന് പകൽ ഞാൻ പറയും, ദൈവമേ, ഇത് നിന്റെ പകല, ഇത് നിങ്ങളുടെ പകല. വിശ്വസ്തമാക്കിയില്ലേ, നിന്നെ ഭാരപ്പെടുത്തിയില്ലേ, നിന്റെ പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയെ തടഞ്ഞില്ലേ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ ദൈവം പറയാ, ഇന്ന് പകൽ ഞാൻ നിന്നെ നോക്കി കൽപ്പിക്കുന്നു, എന്റെ ഒരു വാക്ക് മതി നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ. പകൽ എന്റെ ഒരു വാക്ക് തകർക്കപ്പെട്ടാൽ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയും, യേശുവിന്റെ ഒരു വാക്ക് അവന്റെ ഹൃദയത്തിൽ വന്നതാ, നിന്റെ മകൻ ജീവിച്ചിരിക്കും. അവൻ വിശ്വസിച്ചു, അതങ്ങനെ തന്നെ സംഭവിച്ചു. ഇന്ന് പകൽ പിശാച് പറഞ്ഞതല്ല നീ ഇതുവരെ വിശ്വസിച്ചിരിക്കുന്നേ. പിശാചിന്റെ വാക്കുകളല്ലേ നീ കൂടുതൽ വിശ്വസിച്ചേ? മനുഷ്യരുടെ വാക്കുകളല്ലേ നീ കൂടുതൽ വിശ്വസിച്ചേ? ഇല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ഒരു വാക്ക് നീ വിശ്വസിക്കുക. ആമേൻ, സ്തോത്രം. അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം. ഇന്ന് പകലിൽ എനിക്കറിയാം, അത്ഭുതത്തിന്റെ സാക്ഷ്യം പറയത്തക്ക നിലകളിൽ ഞാൻ പറയുന്നു, ഇന്ന് പകൽ ഞാൻ ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിലെ ശുഭവാർത്തകൾ കേൾക്കും. ചില വാർത്തകൾ നിങ്ങൾ കേൾക്കും. ഇതുവരെ ചലിക്കാതെ കിടന്നത് ചിലത് ചലിച്ചെന്ന വാർത്ത കേൾക്കും. ആമേൻ, നിങ്ങളുടെ വിഷയം ജീവിച്ചിരിക്കുന്നു എന്ന് ചില വാർത്ത നിങ്ങൾ കേൾക്കാം. ഇനി പരാജയമല്ല കേൾക്കാൻ പോകുന്നേ. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്നു മുതൽ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെച്ചോ, നിങ്ങൾ കേൾക്കാൻ പോകുന്നത്
ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങളായിരിക്കും. ഇന്നലെ വരെ കേട്ടതല്ല. ഇതിനകത്ത് നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിങ്ങൾ ഇന്നലെ വരെ കേട്ടതല്ല കേട്ടോ. നിങ്ങൾ ഇന്നലെ വരെ കേട്ടതെല്ലാം നിങ്ങളുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നതാണ് നിങ്ങൾ കേട്ടത്. പക്ഷെ ഇന്ന് പകൽ വിശ്വസിക്ക്, ആമേൻ, ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ, മരണത്തിന്റെ ശബ്ദമല്ല. ഇനി കേൾക്കാൻ പോകുന്നത് ജീവന്റെ ശബ്ദം. ഇന്ന് പകൽ ആ ശബ്ദം കേട്ടാൽ ഞാൻ പറയും, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ജീവൻ ചലിച്ചുകൊണ്ടേയിരിക്കും. മരണത്തിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. പരാജയത്തിന് ഇനി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇനി പിശാചിന്റെ തന്ത്രങ്ങളുമായി നിങ്ങളുടെ അടുക്കൽ വന്ന് ഇനി നിങ്ങളെ കരങ്ങളിൽ എടുക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ അകത്തൊരു ജീവൻ ഇരിപ്പുണ്ട്. നിങ്ങളെ ജീവൻ ചലിപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. നമ്മളെ കണ്ണുകൾ അടയ്ക്കും. ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിക്കുക. ആരും മൗനമായി നിൽക്കണ്ട. ആമേൻ. ഒരു ശുഭവാർത്ത കേൾക്കാൻ പോകുന്നതിൻ്റെ ആമേൻ ഒരു സന്തോഷമുണ്ടല്ലോ. ഹല്ലേലൂയ. ലോട്ടറി എടുത്തവന്റെ ഹൃദയത്തിൽ അതിൻ്റെ നറുക്കെടുപ്പിന്റെ സമയം അടുക്കുമ്പോൾ അവനൊരു വിശ്വാസം, അവൻ്റെ മുഖത്തൊരു സന്തോഷം, അവൻ്റെ ഹൃദയത്തിൽ ഒരുപാട് പ്രതീക്ഷ. ഇന്ന് പകൽക്കാലം ലോകപ്രകാരമുള്ളവർക്ക് ലോകപ്രകാരം ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ക്രിസ്തുയേശുവിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞെ, ഇന്ന് പകൽ നിന്റെ അകത്തുള്ള പ്രത്യാശ, നീ കേൾക്കാൻ പോകുന്ന ശുഭവാർത്തയുടെ സന്തോഷം, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുഖത്തത് ദർശിക്കട്ടെ. നിങ്ങൾ കേൾക്കാൻ പോകുന്ന ശുഭവാർത്തയുടെ ആമേൻ ആ പ്രത്യാശ നിങ്ങളുടെ മുഖത്ത് കാണട്ടെ. സ്വർഗം സന്തോഷിക്കട്ടെ, ദൈവം സന്തോഷിക്കട്ടെ. പകല് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച്